നമസ്കാരം. അടിച്ചാൽ തിരിച്ചടിക്കും. കഴിഞ്ഞ ദിവസം എം മണി പറഞ്ഞ ഈ വാചകം വലിയ വിവാദമാക്കാൻ മാപ്രകൾ പരമാവധി ശ്രമിക്കുന്ന കണ്ടു. അവർക്ക് ആവശ്യമുള്ള ഇടങ്ങളിലൊക്കെ കാടടിച്ചു, അല്ലാതെയൊക്കെ ഇത് പ്രചരിപ്പിക്കുകയും ചെയ്തു. പക്ഷെ ആ വാക്ക് അടിച്ചാൽ തിരിച്ചടിക്കും. എങ്ങനെ? അടിച്ചാൽ, അല്ലാതെ വെറുതെ പോകുന്ന ആരെയും കയറി അടിക്കണമെന്നല്ല പറഞ്ഞത്. ഇങ്ങോട്ട് കിട്ടിയാൽ തിരിച്ചു കൊടുക്കും എന്ന് പറയുന്നതിൽ എന്താണ് മിസ്റ്റേക്ക്? ഗാന്ധിയും കുഞ്ഞുങ്ങളല്ല, പ്രത്യേകിച്ച് ഗാന്ധി ഗാന്ധി എന്ന പേര് വെച്ചുകൊണ്ട് നടന്ന് ഈ നാട്ടിലെ സകലമാന തെമ്മാടിത്തം കാണിച്ചാലും അതിനെല്ലാത്തിനും വെള്ളം പൂശുന്ന കുട പിടിക്കുന്നവരാണല്ലോ നമ്മുടെ മാപ്രകൾ. അവർക്ക് പ്രത്യേകിച്ച് ഇങ്ങനെ ഇടതുപക്ഷത്തിന്റെ ഭാഗമായി നിൽക്കുന്നവരെ പ്രത്യേകിച്ച് വിവാദത്തിൽപ്പെടുത്താൻ എന്തെങ്കിലും ഒരു സംഭവം കിട്ടിയാൽ ഉടനടി ഇത് വാർത്തയാണ്. നമ്മുടെ അടുത്ത ദിവസം തന്നെ ഈ ചേലക്കര ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്ന സന്ദർഭത്തിൽ സുധാകരൻ ഒരു വാചകം പറഞ്ഞിരുന്നു, ഞാൻ അങ്ങ് വരാം, നമുക്ക് ഒരുമിച്ച് തല്ലാം എന്ന്. അവിടെ ഒരു ചെറിയ സംഘർഷമുണ്ടായ സന്ദർഭത്തിൽ ഒരു പ്രവർത്തകനെ വീഡിയോ കോൾ വിളിച്ച് അദ്ദേഹം പറയുന്ന വാചകം പുറത്തു വന്നിരുന്നു. നമ്മൾ എല്ലാവരും കേട്ടതാണ്. പക്ഷെ ഇത്രയും അത് വിവാദമായില്ല. സുധാകരൻ അത് പറയാം, പക്ഷെ എം മണിക്ക് അത് പറഞ്ഞുകൂടാ. അതാണ് അവിടുത്തെ പ്രശ്നം. എന്തായാലും ആ പ്രസംഗം പൂർണ്ണതോതിൽ കേട്ടതിന്റെ അടിസ്ഥാനത്തിൽ ഒരു വാക്ക് പോലും അടർത്തി മാറ്റാനില്ല. പറഞ്ഞതെല്ലാം കൃത്യ സ്റ്റേറ്റ്മെന്റ് ആണ്. അതിൽ അടിച്ചാൽ തിരിച്ചടിക്കുമെന്നൊരു വാക്കെടുത്ത് അടിയുടെ ഒരു കാര്യം മാത്രം ഹൈലൈറ്റ് ചെയ്തുകൊണ്ട് എം മണിയെ വിവാദത്തിലാക്കുക, CPM-നെ അതിലൂടെ വിവാദത്തിലാക്കുക, അവർ എപ്പോഴും അക്രമകാരികളാണ് എന്നൊരു തോന്നൽ വരുത്തുക എന്നുള്ളതാണ് അതിലൂടെ അവർ ഉദ്ദേശിച്ചിരിക്കുന്നത്. എന്തായാലും എം മണി പറഞ്ഞത് എന്താണെന്ന് കേട്ടിട്ട് വരാം. കാര്യമില്ല, അടിച്ചാൽ തിരിച്ചടിച്ചില്ല, പ്രധാനം നിൽക്കത്തില്ല. നമ്മളെ അടിച്ചാൽ തിരിച്ചടിക്കുക, പ്രതിഷേധിക്കുക, പ്രതിഷേധിക്കുന്നതിൽ തിരിച്ചടിക്കുക. പ്രതിഷേധിക്കുന്ന എന്തിനാണ്? ആളുകളെ നമ്മുടെ കൂടെ നിർത്താനാണ്. തിരിച്ചടിക്കുക, ആ ചെയ്തത് നന്നായി എന്ന ആളുകളെ കൊണ്ട് പറയിപ്പിക്കണം. അടിച്ചാൽ തിരിച്ചടിച്ചില്ലേ ഉണ്ടല്ലോ, കല്ലുകൊള്ളാൻ തന്നെ ആരെങ്കിലും അടിച്ചാൽ തിരിച്ചടിക്കുക തന്നെ ചെയ്യണം. തമാശല്ല. ഇവിടെ ഇരിക്കുന്ന നിങ്ങളുടെ നായകന്മാരെല്ലാം നേരിട്ടടിച്ചിട്ടുണ്ട്. ഞാനൊക്കെ അടിച്ചിട്ടുണ്ട്. മരിച്ചുപോയ നമ്മുടെ സഹാക്കൾ മരിച്ചുകൊണ്ട് നേരിട്ടടിച്ചിട്ടുണ്ട്. നേരിട്ട്, അല്ലാതെ ചുമ്മാ സൂത്രപ്പടി കൊണ്ട് പ്രസംഗിക്കാൻ നടന്ന ഓവ പ്രധാനം കാണുന്നില്ല. ഇവിടെ എത്ര പേര് നമ്മുടെ സഹാക്കളെ, എത്ര ആളുകളെ കൊന്നെന്നറിയോ? എത്ര പേര്? കാമരാജ് എങ്ങനെ മരിച്ചു? കാമരാജിനെ കൊന്നു, തങ്കപ്പനെ വെട്ടിക്കൊന്നു, നിരവധി ആളുകൾ. അയ്യപ്പദാസ്, പാപ്പമ്മാട് ഭദ്രരാവുത്തർ, അത് വെടിവെച്ച് കൊന്നു പരവർഗം. അതിനെല്ലാം നേരിട്ട് ഞങ്ങൾ തമാശല്ല. നിങ്ങൾ പലരും നേരിട്ട് നിന്ന് അടിച്ചിട്ടുള്ളവരാണെന്ന് എനിക്കറിയാം. അല്ലെങ്കിൽ എന്നോർത്തപ്പോ നാളെ മുതൽ ഇറങ്ങി കവലയിൽ നിന്ന് സംഘർഷം ഉണ്ടെങ്കിൽ നമ്മുടെ കൂടെ എടുത്തിട്ട് നിൽക്കുകയല്ല, നിൽക്കൂ. സമാധാനമില്ലാത്ത പോകെടുത്തെന്ന് കാണിച്ചാൽ നമ്മുടെ കൂടെ ആരും നിൽക്കുകയല്ല. ആളുകൾ പറയണം, നമ്മളെ അടിച്ചാൽ തിരിച്ചടിച്ചു, അത് കൊള്ളാം. ജനങ്ങൾ അംഗീകരിക്കുന്ന മാർഗം സ്വീകരിക്കാം. അത് ശരിയായില്ല മണി സഖാവ് ചെയ്തതെന്ന് പറഞ്ഞാൽ എല്ലാ സഹാക്കന്മാരും അങ്ങനെ ചെയ്താൽ പിന്നെ പ്രസ്ഥാനം കാണുമോ? ആണ്. അടിച്ചാലും ജനങ്ങൾ കേൾക്കുമ്പം അത് വേണ്ടതായിരുന്നു പറഞ്ഞാൽ ശരിയാണ്. അത് ശരിയായില്ലെന്ന് പറഞ്ഞാൽ അതാണ് ഞാനീന്റെ ബലപ്രയോഗത്തിന്റെ നിയമമുള്ള. കമ്മ്യൂണിസ്റ്റുകാര് ബലപ്രയോഗത്തിന്റെ മാർഗം സ്വീകരിക്കുന്നത് കേൾക്കുന്നവരും കാണുന്നവരും ജനങ്ങൾ ശരിയാണ് എന്ന് പറയണം. അത് ശരിയായില്ല എന്ന് പറഞ്ഞാൽ അത് ശരിയായില്ല, അത് തന്നെയാണ്. അതുകൊണ്ട് ജനങ്ങൾ ശരിയല്ല എന്ന് പറയുന്ന മാർഗം നമ്മൾ സ്വീകരിക്കരുത്. ജനങ്ങൾ ശരിയെന്ന് പറയുന്ന മാർഗം നമ്മൾ സ്വീകരിക്കണം. അതേ നമ്മൾക്ക് പാടുള്ളൂ. അല്ലെ നമ്മൾ ജനങ്ങൾക്കിടയിൽ ഒറ്റപ്പെടും, പ്രസ്ഥാനം ദുർബലപ്പെടും, നമ്മുടെ കൂടെ നിൽക്കുന്ന ജനങ്ങൾ മറ്റു വഴികളിൽ നമ്മളിൽ നിന്ന് പിരിയും. ആ കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഇതിലെവിടെയാണ് പിശൻ? നാട്ടിലെ ചില കാര്യങ്ങളിൽ തല്ല് കൊടുക്കേണ്ടതുണ്ട്. ആ കൊടുത്തു കഴിഞ്ഞാൽ നാട്ടുകാർ പറയണം കൊടുത്തത് നന്നായിരുന്നു, അത് ആവശ്യമായിരുന്നു. അനാവശ്യമായിട്ട് കാണിക്കുന്നതിന് അദ്ദേഹം പറഞ്ഞു അങ്ങനെ കാണിച്ചാൽ അത് പോക്കർത്തരമാണെന്ന് അതിനകത്ത് പറഞ്ഞിട്ടുണ്ട്. അടിക്ക് അടി തന്നെയാണ് മറുപടി. ഇങ്ങോട്ട് അടിച്ചാൽ അതിന് തിരിച്ചടി തന്നെയാണ് മറുപടി. ഞാൻ ഉൾപ്പെടെയുള്ളവർ പണ്ട് തല്ലിയിട്ടുണ്ട്. അല്ലെങ്കിൽ പ്രസ്ഥാനം തകരുന്ന അവസ്ഥ ഉണ്ടാകും. തല്ലുകൊള്ളിക്കാൻ വേണ്ടി ആരെയും ഇതിൽ നിർത്തേണ്ട കാര്യമില്ല. അതല്ലേ
ഒരു പ്രസ്ഥാനം എന്ന് പറഞ്ഞാൽ ഒരു വ്യക്തിയെ സംബന്ധിക്കുന്നിടത്തോളം അവർക്കൊരു സുരക്ഷാ കവചം കൂടിയാണ്, അത് ഏത് പ്രസ്ഥാനമാണെങ്കിലും കൂടി. പോരാത്തതിന് ഇതിൽ പ്രവർത്തിച്ചു എന്നതിന്റെ പേരിൽ അനാവശ്യമായിട്ട് തല്ലുകൊള്ളാനും പാടില്ല. അകാരണമായി ഒരാളെ ഒരു പ്രസ്ഥാനത്തിൽ പ്രവർത്തിച്ചു എന്നതിന്റെ പേരിൽ തല്ലിയാൽ സ്വാഭാവികമായിട്ട് തിരിച്ചു തല്ലേണ്ട കാര്യമുണ്ടെന്ന് അദ്ദേഹം പറയാണ്. തല്ലിയാൽ, അടിച്ചാൽ എന്നേ പറഞ്ഞിട്ടുള്ളൂ. അതിൽ എന്താണ് ഇത്ര വിവാദമാക്കേണ്ട കാര്യം? ഇപ്പൊ എം എം മണി ആയതുകൊണ്ട് വാർത്താ കച്ചവടത്തിന് കുറച്ചുകൂടി സ്കോപ്പ് ഉണ്ട്. കാര്യം അദ്ദേഹത്തിനെ നേരത്തെ അറിയാലോ, അദ്ദേഹത്തിന്റെ രൂപവും നിറമൊക്കെ വെച്ചിട്ടും പിന്നെ ഒരു തൊഴിലാളിയാണെന്നുള്ള നിലയ്ക്കൊക്കെ നാട്ടുകാരുടെ ഇടയിലേക്ക് ഈ സവർണ മനസ്സുള്ളവർ ഇതിനകത്ത് ഉള്ളത് കൊണ്ട് തന്നെ അദ്ദേഹത്തെ വെച്ചിട്ട് അങ്ങോട്ട് പ്രചരിപ്പിച്ചു കഴിഞ്ഞാൽ അത് കുറച്ച് വാർത്താ കച്ചവടത്തിന് ഉപകരിക്കുകയും ചെയ്യും, ഒപ്പം നാട്ടുകാർക്കിടയിൽ ഒരു തെറ്റിദ്ധാരണ ഉണ്ടാക്കാൻ ഉപകരിക്കുമെന്നുള്ളത് കൊണ്ടാണ് ആ രീതിയിൽ അതിനെ എടുത്ത് വക്രീകരിച്ച് വാർത്തയാക്കി കൊടുത്തത്. പക്ഷെ പ്രസംഗം കേട്ട് കഴിഞ്ഞാൽ വളരെ കൃത്യമായിട്ടുള്ള കാര്യമാണ് പറയുന്നത്. എം എം മണിയെ പോലുള്ളവർ തന്നെയാണ് അതൊക്കെ പറയേണ്ടത്. കാര്യം അവരൊക്കെ ഇതുപോലെ കൊണ്ടും കൊടുത്തും ഒക്കെ വളർന്നു വന്നവരാണ്. ഈ പ്രസ്ഥാനത്തെ മലയോര മേഖലകളിലൊക്കെ അറിയാലോ, ഇടുക്കി പോലുള്ള ജില്ലകളിലെല്ലാം എങ്ങനെ ആയിരുന്നു ഇടതുപക്ഷത്തിന്റെ കാര്യം. ഒരു കാലത്ത് കോൺഗ്രസിന്റെ കുത്തകയായിരുന്നല്ലോ ഇടുക്കി, പത്തനംതിട്ട ജില്ലകളെല്ലാം. അവിടങ്ങളിലേക്കൊക്കെ ഈ ആശയവുമായിട്ടൊക്കെ കടന്നു ചെല്ലാൻ കഴിയുന്നത് എങ്ങനെയാണ്? കൊണ്ടും കൊടുത്തും തന്നെയാണ്. ഭൂരിപക്ഷം ആരായിരുന്നു അന്ന് ഇടതുപക്ഷം ന്യൂനപക്ഷമായിരുന്ന കാലഘട്ടത്തിൽ അവിടെയൊക്കെ ഇത് പാർട്ടി വളർത്താൻ വേണ്ടി തല്ല് കൊണ്ടിട്ടുണ്ട്, തല്ല് കൊടുത്തിട്ടുണ്ട്. അതിൽ തന്നെ ഈ പ്രസ്ഥാനത്തിന്റെ ഭാഗമായി നിന്ന പലർക്കും ജീവൻ നഷ്ടപ്പെട്ട ഉദാഹരണം കൂടി പറയുന്നുണ്ട്. അപ്പോ ചുമ്മാതല്ല ഇത് വളർന്നു വന്നത്. അവിടെ വളർത്തിയെടുക്കാൻ വേണ്ടി എന്ത് ചെയ്തിട്ടുണ്ട്? നിന്ന് തല്ലേണ്ടി വന്നിട്ടുണ്ട്, നിന്ന് തല്ല് കൊള്ളേണ്ടി വന്നിട്ടുണ്ട്. അതിനെക്കുറിച്ച് പറയുമ്പോൾ എന്താണ് മാപ്രകൾക്ക് ഇത്ര പൊള്ളുന്നത്? സുധാകരന് പറയാം, സുധാകരന് പ്രവർത്തകനോട് പറയാണ് നമ്മൾ വന്നിട്ട് ഒരുമിച്ചടിക്കാം എന്ന് പറഞ്ഞാലും വിവാദമല്ല. അതിനെ കണ്ടതായിട്ട് നടിക്കില്ല, കേട്ടതായിട്ട് നടിക്കില്ല. പക്ഷെ എം എം മണി പറഞ്ഞ പെട്ടെന്ന് കേൾക്കും, പെട്ടെന്ന് വാർത്താ വിസ്ഫോടനമാകും, തല്ലിയാൽ തിരിച്ചു തല്ലണമെന്ന് പറയും. അതൊക്കെ ഗാന്ധി കുഞ്ഞുങ്ങളാണ് എന്ന് അവകാശപ്പെട്ടുകൊണ്ട് നടക്കുന്നവരുടെ കാര്യത്തിൽ ഗാന്ധി എന്ന പേരും വെച്ചുകൊണ്ട് എന്ത് തോന്നിവാസവും പറയാം. പക്ഷെ ഗാന്ധിസം ഒന്നും അല്ല. ഇതിൽ എങ്ങനെയാണോ ഇങ്ങോട്ട് എങ്ങനെയാണോ തിരിച്ചങ്ങോട്ട് ആ രീതിയാണെന്ന് പറഞ്ഞാൽ അത് പറയാൻ പാടില്ല. കാര്യം തൊഴിലാളി പാർട്ടിയല്ലേ, അഭിപ്രായ സ്വാതന്ത്ര്യമില്ല. കൈ വെച്ചിരുന്നാൽ മതി എന്നാണ് സവർണ മാപ്രകൾ. എങ്ങനെ ഈ മാപ്രകൾ എന്ന് പറയുന്ന സ്ഥാപനങ്ങൾക്കകത്ത് കുത്തി നിറച്ചു വെച്ചിരിക്കുന്ന സവർണ മനസ്സുകൾ ഉണ്ടല്ലോ, അവർക്ക് ഇതൊക്കെ കേൾക്കുമ്പോൾ ചിലപ്പോൾ വല്ലാത്ത ചൊറിച്ചിലുണ്ടാകും. ആ ചൊറിച്ചിലൊക്കെ അങ്ങ് വെച്ച് ചൊറിഞ്ഞുകൊണ്ടിരിക്കുക എന്നതിനപ്പുറം ഇത്തരം കാര്യങ്ങളൊക്കെ തന്നെയാണ് പ്രസ്ഥാനത്തിന്റെ ഭാഗമായി നിൽക്കുമ്പോൾ അണികളോട് സംസാരിക്കേണ്ടത്. അവർക്കൊരു പ്രശ്നമുണ്ടായാൽ അനാവശ്യമായിട്ട് മറ്റുള്ളവരുടെ ദേഹത്ത് കൈവയ്ക്കാൻ പാടില്ല, അത് ചെയ്യുന്നത് തെറ്റാണ്. അവർക്കൊരു പ്രശ്നമുണ്ടായാൽ ഇത് ഇടപെടേണ്ട കാര്യമുണ്ട്, അത് ന്യായമാണെങ്കിൽ എന്നുള്ള കാര്യം പറയുമ്പോൾ അത് അദ്ദേഹത്തിന്റെ പ്രസംഗ ശൈലിയിൽ അടിച്ചാൽ തിരിച്ചടി എന്ന നിലയ്ക്ക് പറഞ്ഞു വെക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ആരെങ്കിലും ഒക്കെ വിവാദം ഭയപ്പെടുന്നുണ്ടെങ്കിൽ അത് മാപ്രാപ്പേടി എന്ന് പറയും. ആ മാപ്രാപ്പേടിയുടെ ആവശ്യമില്ലെങ്കിൽ ഇതുപോലെ ചില കാര്യങ്ങൾ തുറന്നടിച്ച് പറയേണ്ടി വരും. കാര്യം പ്രസ്ഥാനത്തിൽ നിൽക്കുന്നവർക്ക് ആത്മവിശ്വാസം കൊടുക്കേണ്ട ഉത്തരവാദിത്തം നേതൃത്വത്തിലുള്ളവർക്കുണ്ടെന്ന് അതിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ആ വാചകം പറഞ്ഞിരിക്കുന്നത്. അത് കേട്ട് പൊള്ളിയവർ വച്ചനത്തുക എന്നതിനപ്പുറം ആ സ്റ്റേറ്റ്മെന്റിൽ ഒരു അംശം പോലും അടർത്തി മാറ്റാനില്ല. കൃത്യമായ സ്റ്റേറ്റ്മെന്റ് ആണെന്ന് പറഞ്ഞു വെക്കേണ്ടി വരികയാണ്.